ഇനി അതുപോലെ തന്നെ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനവും ഡിസൈൻ, രണ്ട് കാര്യങ്ങൾ പൊതുവെ അവർ ഉന്നയിക്കാറുണ്ട്. ആസൂത്രകൻ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത ആൾ, സൃഷ്ടാവ്. ഞാൻ പറഞ്ഞു സൃഷ്ടാവ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. സൃഷ്ടി സാധ്യമല്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സംഭവം സാധ്യമല്ല, അത് പേപ്പറിൽ പോലും സാധ്യമല്ല. പിന്നെ അവർ പറയുന്നത് ആസൂത്രകൻ എന്നാണ്, ഒരു ഡിസൈനർ എന്നാണ്. പക്ഷേ സൃഷ്ടി എന്ന് പറയുന്നതും ആസൂത്രണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഒരു ഡിസൈനർ ചെയ്യുന്നത്? ഒരു ഡിസൈനർ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ശൂന്യൻ അല്ല, മറിച്ച് അയാൾ ഉണ്ടാകണം, അയാൾക്ക് ചുറ്റും ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകണം. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു വീട് ഡിസൈൻ ചെയ്യുന്നവൻ അവൻ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വസ്തുക്കൾ, സിമെൻറ്റ്, മണ്ണ്, സ്ഥലം, എവിടെ വേണം, എങ്ങനെ വേണം. ഒരു ഡിസൈൻ എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് ഉണ്മയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഡിസൈൻ എന്ന് പറയുന്നത് താത്വികമായും ഭൗതികമായും സാധ്യമാവുള്ളൂ. അപ്പോൾ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരിക്കലും ആസൂത്രകനല്ല. ആസൂത്രകന് സൃഷ്ടി നടന്നെങ്കിലേ, സൃഷ്ടി എന്ന് പറയുന്ന സാധനമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആസൂത്രണം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദൈവം വെറും ആസൂത്രകനാണെങ്കിൽ ജസ്റ്റ് ഫോർ എ ഹൊറർ സൃഷ്ടി വേറെ ആരോ ചെയ്ത് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന്. അദ്ദേഹം വേറെ ഒരാളെ നിയമിച്ച് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇനി ഇദ്ദേഹം തന്നെയാണ് സൃഷ്ടി നടത്തിയതെങ്കിൽ പിന്നീട് ആസൂത്രണം വേണ്ടി അദ്ദേഹം തന്നെ ആസൂത്രകനാകുകയും ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞ അനാദിയായ ബാലേന്ദ്രമേനോൻ. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഇതെല്ലാം ഇദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ തൻ്റെ സൃഷ്ടി അപൂർണമായതുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത്. ഡിസൈൻഡ് ആയിട്ടൊരു സാധനം അദ്ദേഹത്തിന് ആദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ദൈവം പൂർണ്ണനാണെന്ന് പറയുന്നതിന് വിരുദ്ധമാണ് ഈ കാര്യം. ഇനി മറ്റൊന്നുള്ളതാണ്, ചില പറയും ഒന്നുകിലെല്ലാം ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ എല്ലാം യാദൃച്ഛികമായി ഉണ്ടായി. നിരീശ്വരവാദികളെല്ലാം പറയുന്നത് എല്ലാം യാദൃച്ഛികമായി അങ്ങ് ഉണ്ടായി, എല്ലാം കൂടെ കൂടിച്ചേർന്ന് അങ്ങനെ അങ്ങ് ഉണ്ടായി. ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, ഒരാൾ ഇരുന്നെല്ലാം ആസൂത്രണം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ലൈക്ക് ഒരു 15,000 തരത്തിലുള്ള ബട്ടർഫ്ലൈസ്. ഈ 15,000 തരത്തിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഓരോ ചെറിയ കുഞ്ഞു ചിറക് പോലും അവൻ ആസൂത്രണം ചെയ്തതാ പോകുന്നത്. നമ്പർ 1, നമ്പർ 2, ജസ്റ്റ് ലൈക്ക് ജഗതി പറഞ്ഞ ചറ പറ ഇങ്ങനെ പറത്തി വിടുകയാണ്. എന്നിട്ട് അതിനകത്തൊരു ജിനോം പ്രോഗ്രാം കൂടെ വെച്ചു നീ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഈ പുതിയ സാധനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ, പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിക്ക് വിരുദ്ധമാണ്. അതിന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത് തന്നെ ഉണ്ടാകുന്നതെന്നുള്ളതിന് തെളിവ് എന്തായാലും നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് ബാക്ടീരിയ വെച്ച് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റും എങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് തന്നെയാണെന്ന്. പക്ഷെ ഓരോ ജീവിയും അവൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതാണ് ഈ പരിണാമ സിദ്ധാന്തം അവർക്ക് ഒട്ടും സഹിക്കാത്തത്. പരിണാമ സിദ്ധാന്തം ഒരുമാതിരി മനസ്സിലാക്കുന്നതിന് അപ്പോഴേ പൊള്ളും. കേരളത്തിലെ യുക്തിവാദികളൊന്നും പലപ്പോഴും ഈ പരിണാമ സിദ്ധാന്തം ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് അതൊരു സിദ്ധാന്തമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കൊന്ന് പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെന്ന്. പരിണാമ സിദ്ധാന്തം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മതവും ഇല്ല, ഒരു ഡാഷും ഇല്ല, അതിനൊന്നൊരു സാധ്യതയില്ല. കാരണം ഇത്രയധികം സ്പീഷീസ്, ലക്ഷക്കണക്കിന് സ്പീഷീസിൽ പല സ്പീഷീസും നശിച്ചുപോയി. ദൈവത്തിൻ്റെ സൃഷ്ടി പരിപൂർണമാണെങ്കിൽ അതെങ്ങനെ നശിച്ചുപോയി എന്ന് ചോദിക്കുമ്പോൾ പരിപൂർണമൊക്കെ ആരെന്നറിയും. പിന്നെ ചില ആക്സിഡൻറ്റുകളൊക്കെ വന്ന് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് പരിപൂർണ്ണമല്ല, അത് നിൽക്കുന്നില്ല. പുതിയ സ്പീഷീസ് വരുന്നു എന്ന് പറയുമ്പം അങ്ങ് സൃഷ്ടിച്ച അല്ലാതെ പുതിയ സാധനങ്ങൾ വന്ന് അത് ഇതിനൊന്നും ഉത്തരവില്ല. ഒരു ബാക്ടീരിയയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജീവികളുടെ ഒരു വൈവിധ്യം വിശദീകരിക്കാൻ ഈ സൃഷ്ടിവാദം ഒന്നും പറ്റില്ല. അതിനവർ പറയുന്നതെന്നറിയോ, ദൈവം ആദ്യത്തെ ജീവനുണ്ടാക്കി, എന്നിട്ട് പരിണാമം അവർക്ക് ഈ ജീവിക്ക് പഠിപ്പിച്ചു കൊടുക്കല്ലേ പരിണാമ സിദ്ധാന്തം പ്രഖ്യാപിച്ച്. അങ്ങനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. കാര്യം അവർക്ക് ഈ കൊച്ചുനാളിലെ ഈ തലയിൽ കയറ്റിയിട്ടുള്ള ഈ സാധനത്തിനകത്ത് ഇങ്ങനെ പിടിച്ചു കിടക്കണം, അത് വിട്ടുകളയാൻ പറ്റില്ല. ദൈവത്തെ എങ്ങനെയെങ്കിലും അതിനകത്ത് സ്ഥാപിക്കണം. പിന്നെ പരിണാമം ശരിയാണെന്ന് അവരുടെ ശാസ്ത്ര സബരിയിലൂടെ അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഗോഡ് ഗൈഡഡ് ഇവല്യൂഷൻ, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അമേരിക്കയിലൊക്കെ. ഇവല്യൂഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അതിനകത്തും ദൈവം നമ്മളാണ് ഒരു എട്ടുകാലി മമ്മൂൻ എന്ന് പറയാം. ഈ യാദൃച്ഛികമാണോ എല്ലാ കാര്യങ്ങളും എന്നുള്ള ചോദ്യം. അപ്പം ഒന്നുകിൽ യാദൃച്ഛികം അല്ലെങ്കിൽ ആസൂത്രിതം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകുന്നത് തന്നെ ശരിയല്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. അതൊരു വലിയ ശക്തിമത്തായ പ്രഹരശേഷിയുള്ള ഒരു ആശയമാണ്. അതിന് ആസൂത്രണം മാത്രമോ സൃഷ്ടി മാത്രമോ ആവേണ്ട കാര്യമല്ല എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഒരു വസ്തുവിലും അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണമായ ആസൂത്രിതം എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവില്ല, പൂർണ്ണമായ യാദൃച്ഛികം എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഇനി ആസൂത്രിതം യാദൃച്ഛികം ഈ രണ്ട് സാധനം എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ആസൂത്രിതം, ആർക്കാണ് യാദൃച്ഛികം? നമ്മൾക്ക് അല്ലേ. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, യേശു വരുന്നു, യേശു നോക്കിംഗ് ഓൺ ദ ഡോർ. അദ്ദേഹം ചോദിക്കുന്നു തുറക്കട എന്ന് പറയുന്നു. അന്നേരം നമ്മൾ പറയുന്നു എന്തിനു തുറക്കണം? അന്നേരം പറയുന്നു ഐ ഹാവ് ടു സേവ് യു, എനിക്ക് നിന്നെ രക്ഷിക്കണം, അതുകൊണ്ട് വാതിൽ തുറക്കാൻ പറയും. അന്നേരം പുള്ളി ചോദിക്കുന്നുണ്ട് ഫ്രം വാട്ട്, എന്തിൽ നിന്ന് രക്ഷിക്കാൻ? യേശുവിൻ്റെ മറുപടി ഫ്രം വാട്ട് ഐ ആം
going to do to you if you don't let me in. എന്നെ അകത്ത് കയറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമോ അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നീ വാതിൽ തുറക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു രസം, യേശു ആവട്ടെ അല്ലെങ്കിൽ തങ്കപ്പൻ ഓ മാഡോ മേ ബി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പറയാം വാവ് ഇതെന്താണ് വായ് തങ്കപ്പൻ ഈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ യാദൃച്ഛ്യം ഓർക്കാപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വൈഫിനെ അറിയാൻ തങ്കപ്പൻ വരുന്നു, വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, വൈഫിനൊരു മാറ്റമില്ല. അപ്പം ഈ തങ്കപ്പൻ്റെ വരവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് യാദൃച്ഛ്യമായി ഓർക്കാപ്പുറത്തുള്ള ഒരു സംഭവമാണെങ്കിൽ നിങ്ങളുടെ വൈഫിനെ സംബന്ധിച്ച് വളരെ ആസൂത്രിതവും മുന്നറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സംഭവം തന്നെ വിവിധ പെർസെപ്ഷണൽ ഏജൻസിന് പല രീതിയിലായിരിക്കും തോന്നുന്നത്. ഒരാൾക്ക് അത് ആസൂത്രിതമായിട്ട് തോന്നും, വേറൊരാൾക്ക് അത് യാദൃച്ഛ്യമായിട്ട് തോന്നും. ഈ ആസൂത്രിതവും യാദൃച്ഛ്യവും എല്ലാം തന്നെ മനുഷ്യ മനസ്സിൻ്റെ ഒരു സങ്കല്പനം മാത്രമാണ്. അപ്പോൾ സി രാധാകൃഷ്ണൻ പറയുന്നുണ്ട്, പുതിയ സിദ്ധാന്തം, എൻ്റെ സിദ്ധാന്തം ഗീതയിൽ ഒരു വരിയുണ്ട്, അതായത് ആദ്യമെല്ലാം അവ്യക്തമാണ്, പിന്നെ മധ്യത്തിലെല്ലാം വ്യക്തമാകുന്നു, പിന്നെ അന്ത്യത്തിൽ വീണ്ടും അവ്യക്തമാകുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ സർവ്വ അണ്ടകടാഹവും സിദ്ധാന്തങ്ങളും കണ്ടുപിടിച്ചതെന്ന് പറയും. അപ്പം ഞാൻ ഈ ആദ്യം അവ്യക്തം എന്ന് പറയുന്നത് ആർക്കാണ് അവ്യക്തമായിട്ടുള്ളത്? ഇപ്പം രാവിലെ ഒരു 5 മണിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, മെല്ലെ മെല്ലെ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. രാവിലെ ആകുമ്പോൾ കാണാൻ പറ്റും, ഉച്ചയാകുമ്പോൾ കത്തി നിൽക്കുന്നു, എല്ലാം കാണാം. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇരുളാവുന്നു, അവ്യക്തമായി പോകുന്നു. ഒരു മനുഷ്യ ജീവിതം എന്ന പോലെ, മനുഷ്യൻ്റെ പ്രജ്ഞ എന്ന പോലെ, പ്രകൃതി എന്ന പോലെ, ദിനരാത്രങ്ങൾ എന്ന പോലെ ആദ്യം അവ്യക്തമാവുകയും മധ്യത്തിൽ വ്യക്തമാവുകയും അന്ത്യത്തിൽ അവ്യക്തമാവുകയും ചെയ്യുന്നത് കണ്ട ഒരു ഗോത്ര മനുഷ്യൻ എഴുതിയ ഒരു വരിയാണത്. പക്ഷേ ഇത് വെച്ചാണ് ഞാൻ പ്രപഞ്ച വിജ്ഞാനം മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആളുടെ കാപട്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ അവ്യക്തം എന്ന് പറഞ്ഞാൽ ഒരാൾക്കാണ് അവ്യക്തം അല്ലേ? ഇപ്പോൾ ഒരു ദിവസം തന്നെ ആർക്കാണ് അവ്യക്തം? നിങ്ങൾ ഒരു ഗുഹയിലിരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആദ്യവും അന്ത്യവും മദ്യവും ഒന്നും നിങ്ങൾക്ക് ഉച്ച ഏതാ പകലേതാ രാത്രി ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ പ്രപഞ്ചം ആദ്യം അവ്യക്തമാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ആർക്കും ആദ്യം അവ്യക്തമായിട്ടുള്ള ഒരാൾ ഇടുന്നുണ്ടോ? പ്രപഞ്ചം ഉണ്ടായി വരുന്നു, ഇത് വളരെ അവ്യക്തമാണല്ലോ, ഇപ്പോൾ എല്ലാം വ്യക്തമായി വന്നിരിക്കുന്നു, ഇത് വീണ്ടും അവ്യക്തമായി. ഇതൊക്കെ ഒരു മനുഷ്യനെ, ഒരു ഏജന്റിനെ നിരൂപിച്ചുകൊണ്ടുള്ള ഒരു ട്രൈബൽ ഇമാജിനേഷനാണ്. ഇതിനൊന്നും യഥാർത്ഥത്തിൽ യാതൊരു യുക്തിഭദ്രതയും ഇല്ല എന്നാണ് പറയാനുള്ളത്. ഈ യാദൃച്ഛികത എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൊലപാതകം ആസൂത്രിതമായിരുന്നു. കൊലപാതകമല്ല, അദ്ദേഹത്തിൻ്റെ കൊലപാതകം തന്നെയാണ്. ജീവനോടെ കുഴിച്ചു മൂടി എന്ന് പറയാം. കൈ വെട്ടുന്നു. ഈ കൈവെട്ടിയ ഈ സംഭവം എന്ന് പറയുന്നത് സൗദി അറേബ്യ വരെ നീണ്ട ആസൂത്രണങ്ങൾ, ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ഉൾപ്പെട്ട ഈ സാധനത്തിൽ എല്ലാ ആസൂത്രിതമാണെങ്കിലും അതിനകത്ത് നടന്ന ഓരോ സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് യാദൃച്ഛികമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഉദാഹരണമായിട്ട് മാഷിൻ്റെ കാല് വെട്ടുമ്പം വലത് കൈ വെട്ടിട്ട് വലത് കാല് തന്നെ വെട്ടുന്നു. എന്നിട്ട് ഒരുത്തം പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് വലത് വിപരീത ദിശകളിലുള്ള കരചരണങ്ങൾ ഭേദിച്ച് കളയാനാണ്, അതുകൊണ്ട് വലത് കാല് വെട്ടി കൈ വെട്ടിക്കഴിഞ്ഞാൽ ഇടത് കാലാണ് വെട്ടിയത്, നീ മാറ്റി വെട്ടി വിഡി എന്ന് മറ്റോ പറയുന്നു. അപ്പോൾ താൻ വലത് കാല് വെട്ടണം, വലത് കൈയും വലത് കാലും വെട്ടണം എന്നുള്ളത് ആസൂത്രണത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അവൻ്റെ അജ്ഞത കാരണമാണ് അവൻ വലത് കാല് വെട്ടിയത്. എന്നിട്ട് മറ്റോ പറഞ്ഞു കേട്ട് ഇടത് കാലിലും വെട്ടി. അപ്പോൾ പുള്ളിക്ക് ഒരു വെട്ട് ബോണസായിട്ട് കിട്ടി. കാരണം മറ്റോ മതം നേരെ പഠിക്കാത്തതുകൊണ്ട്, അതാണ് മതം നേരെ പഠിക്കാത്തതുകൊണ്ട് വെട്ട് കൂടുതൽ കിട്ടുന്നെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ആ വെട്ട് എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണ്. അതുപോലെ തന്നെ വെട്ടിക്കൊണ്ടിരുന്നവൻ്റെ കയ്യിൽ എങ്ങാണ്ട് കയറി ഇയാൾ പിടിച്ചപ്പോഴെങ്ങാണ്ട് ഒരു പോറലെങ്ങാണ്ട് വന്നു. എന്നിട്ട് അവൻ അടുത്ത് പോയി ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടി, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ വെട്ട് തിരിച്ചു കിട്ടുമെന്നും അപ്പോൾ ശിക്ഷ വേണമെന്നും അതും യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യമാണ്. അതൊന്നും ആസൂത്രണം ചെയ്തതിനകത്തുള്ളതല്ല. അപ്പം ശരിക്കും ആസൂത്രണം ചെയ്ത കാര്യങ്ങളിൽ പോലും ഓരോ സെക്കൻഡ് യാദൃച്ഛികമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ മനുജ മൈത്രി ഇവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുക, ഷി മേ ഹാവ് എ പ്രിപ്പറേഷൻ അബൌട്ട് ദാറ്റ്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ പറയുന്ന ഓരോ സെക്കൻഡിൽ പറയുന്ന ഓരോ വാക്കുകളുടെ ചോയ്സ് ഓഫ് ഫ്രേസ് ആൻഡ് സെൻറ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് യാദൃച്ഛികത ഉണ്ടാവും. ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വാക്കായിരിക്കില്ല അവിടെ വരും, സമയമായിരിക്കില്ല. എത്ര ആസൂത്രണം ചെയ്താലും അതിൻ്റെ ഇൻഹറൻറ്റ് ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സെക്കൻഡും യാദൃച്ഛ്യം ഉണ്ടാകും. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആസൂത്രണമെന്ന് തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംഭവവും പൂർണ്ണമായി ആസൂത്രിതമോ യാദൃച്ഛികമോ അല്ല. ഇവല്യൂഷൻ ഓൺ ഇറ്റ്സ് ഓൺ ബൈ നാച്ചുറൽ സെലക്ഷൻ, അല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല.